പാതിവില തട്ടിപ്പ് പദ്ധതിയുടെ ബുദ്ധികേന്ദ്രം ആരാണെന്ന് കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കി ക്രൈംബ്രാഞ്ച്. നാഷണൽ എൻജിഒസ് കോൺഫറൻഷൻ ചെയർമാൻ KN ആനന്ദകുമാർ ഉൾപ്പെടെയുള്ളവരുടെ പങ്ക് ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നത്. BJP നേതാവ് AN രാധാകൃഷ്ണൻ ചെയർമാനായ സൊസൈറ്റിയുടെ സാമ്പത്തിക ഇടപാട് സംബന്ധിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. ആനന്ദകുമാറിനെയും AN രാധാകൃഷ്ണനെയും ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. പാതിവില തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി അനന്തകൃഷ്ണനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നവരുടെ പട്ടിക തയ്യാറാക്കി വരികയാണ് ക്രൈംബ്രാഞ്ച്. നാഷണൽ എൻജിഒസ് കോൺഫെഡറേഷൻ ചെയർമാൻ KN ആനന്ദകുമാർ, അനന്തകൃഷ്ണന്റെ അഭിഭാഷകയും കോൺഗ്രസ് നേതാവുമായ ലാലി വിൻസെന്റ്, മഹിളാ കോൺഗ്രസ് ഇടുക്കി ജില്ലാ സെക്രട്ടറി ഷീബ സുരേഷ്, പദ്ധതി നടത്തിപ്പ് ഏജൻസിയായ സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അഡ്വാൻസ്ഡ് റിസർച്ച് ഡെവലപ്മെന്റ് സൊസൈറ്റി അംഗം ഇന്ദിര K. നായർ എന്നിവരെയായിരിക്കും ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യുക. തുടർന്ന് BJP നേതാവ് AN രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യുമെന്നാണ് വിവരം. മുഖ്യപ്രതി അനന്തകൃഷ്ണന്റെ 3 സ്ഥാപനങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് BJP നേതാവ് AN രാധാകൃഷ്ണൻ പ്രസിഡന്റായ സൈൻ 42 കോടി രൂപ നൽകിയതിന്റെ ബാങ്ക് ഇടപാട് രേഖകൾ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. രാധാകൃഷ്ണൻ താനുമായി കൂടിക്കാഴ്ച നടത്തിയതായി അനന്തകൃഷ്ണന്റെ മൊഴിയുണ്ട്. അനന്തുവിന്റെ ജീവനക്കാരും ഇത്തരത്തിൽ മൊഴി നൽകിയിട്ടുണ്ട്. പദ്ധതിയുടെ തുടക്കം മുതൽ കരാർ ഒപ്പിട്ട് അനന്തകൃഷ്ണനുമായി സഹകരിച്ച് പ്രവർത്തിച്ചു വരികയായിരുന്നു രാധാകൃഷ്ണൻ. സൈൻ 42 കോടി നൽകാനിടയായ സാഹചര്യത്തെക്കുറിച്ച് AN രാധാകൃഷ്ണനിൽ നിന്ന് വിവരങ്ങൾ തേടും. അതേസമയം അനന്തുവിന്റെ കമ്പനിയായ പ്രൊഫഷണൽ സർവീസസ് ഇന്നോവേഷൻസിന് വേണ്ടി ആനന്ദകുമാർ നാഷണൽ എൻജിഒസ് കോൺഫെഡറേഷന്റെ നിയമാവലി ഭേദഗതി ചെയ്തതായി കണ്ടെത്തിയിരുന്നു. അതുവഴി സ്കൂട്ടർ, ഗൃഹോപകരണ പദ്ധതികളിലൂടെ ലഭിക്കുന്ന ഫണ്ട് വകമാറ്റി ചെലവഴിക്കാൻ പ്രൊഫഷണൽ സർവീസസ് ഇന്നോവേഷൻസിന് അധികാരം നൽകി. ഇത് സംബന്ധിച്ചെല്ലാം ആനന്ദകുമാറിന് മറുപടി നൽകേണ്ടി വരും. ആനന്ദകുമാറിനെതിരെ എറണാകുളം, മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ വിശ്വാസവഞ്ചനയ്ക്കും തട്ടിപ്പിനും കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. കൈരളി ന്യൂസ്, കൊച്ചി.